എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നെല്ലിക്ക വെച്ചിട്ട് വളരെ സ്വാദിഷ്ടമായിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നെല്ലിക്ക സ്വീറ്റ് പിക്കിളാണ്. വളരെ സ്വാദാണ് ഇതൊന്നും ഉണ്ടാക്കി കഴിക്കാനായിട്ട്. ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കുകയും ചെയ്യും. അപ്പൊ നോക്കാം എങ്ങനെയാണ് വളരെ സ്വാദിഷ്ടമായ സ്വീറ്റ് നെല്ലിക്ക പിക്കിൾ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കണ്ടു നോക്കാം. ഇനി നമുക്ക് നെല്ലിക്ക വെച്ചിട്ട് നല്ലൊരു സ്വീറ്റ് റെസിപ്പി തയ്യാറാക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ നെല്ലിക്ക കഴുകി വൃത്തിയാക്കി ഇതിന്റെ വെള്ളം എല്ലാം കളഞ്ഞു വെച്ചിരിക്കുവാണ്. തുള്ളി പോലും വെള്ളമില്ലാതെ വേണം നമുക്ക് എടുക്കാനായിട്ടും, അല്ലെങ്കിൽ നമ്മൾ തയ്യാറാക്കുന്ന ഈ ഒരു റെസിപ്പി പെട്ടെന്ന് കേടായി പോകും. ഇനി നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം. നെല്ലിക്ക ആവി കയറ്റിയെടുക്കാനായിട്ട് ഒരു ആവിപാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ആവി വരുമ്പോഴേക്കും നമുക്ക് നെല്ലിക്ക ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ പാത്രത്തിൽ നിന്നും നന്നായിട്ട് ആവി വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ പാത്രത്തിലേക്ക് നെല്ലിക്ക മാറ്റാം. നല്ലോണം വെന്ത് വരുന്നത് വരെ നമുക്കൊന്ന് മൂടി വെച്ചു കൊടുക്കാം. അങ്ങനെ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ നെല്ലിക്ക നന്നായിട്ട് തന്നെ വെന്ത് ഒന്ന് പൊട്ടിയ പാകത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഉടൻ തന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ നെല്ലിക്ക കുരു കളഞ്ഞ് ഒന്ന് അടർത്തിയൊക്കെ ഒന്ന് എടുത്ത് വെക്കണം. ഞാനിതുപോലെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം. പാൻ ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പോ പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇപ്പോൾ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കടുക് ചേർക്കാം. കടുകിപ്പോ നല്ലപോലെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 2-3 വറ്റൽ മുളക് ചേർക്കാം. വറ്റൽ മുളക് ചേർത്ത് കഴിഞ്ഞാൽ ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം 1/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകപ്പൊടി ചേർക്കാം. പെരിഞ്ചീരകപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നെല്ലിക്ക കഷ്ണങ്ങൾ ചേർക്കാം. നല്ലോണം തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. നെല്ലിക്ക കഷ്ണങ്ങൾ ഈ ഒരു എണ്ണയിൽ കിടന്ന് നല്ലവണ്ണം ഒന്ന് വഴണ്ട് കിട്ടണം. ഈ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. ഒന്ന് സോഫ്റ്റ് ആയിട്ട് വാടി വരട്ടെ. അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് തന്നെ നെല്ലിക്കയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഒരു 3-4 മിനിറ്റ് നേരം നമുക്കിതുപോലെ തന്നെ നെല്ലിക്ക ഒന്ന് വഴറ്റിയെടുക്കണം. അങ്ങനെ നമ്മുടെ നെല്ലിക്ക വഴറ്റാൻ തുടങ്ങിയിട്ട് 3 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ചേരുവകൾ കൂടെ ചേർക്കാം. ആദ്യം ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂൺ അളവില് മുളക് പൊടിയാണ്. മുളക് പൊടിയുടെ കൂടെ തന്നെ 1/2 സ്പൂൺ അളവില് ചതച്ച മുളക്, 1/4 ടീസ്പൂൺ അളവില് കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ അളവിൽ തന്നെ നല്ല ജീരകം പൊടിച്ചത്. ഇനി വേണ്ടത് കായപ്പൊടിയാണ്. അതുകൂടി നമുക്കിതിലേക്ക് ചേർക്കാം. ഇതിന്റെ കൂടെ തന്നെ 1/2 കപ്പ് അളവില് ശർക്കര പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ശർക്കര പൊടിക്ക് പകരമായിട്ട് ശർക്കര പാനിയാക്കിയും ചേർക്കാവുന്നതാണ്. ഇത്രയും ആയാല് പിന്നെ ഒരു 1/4 കപ്പ് അളവില് കൽക്കണ്ടം കൂടെ ചേർക്കാം. കൽക്കണ്ടത്തിന് പകരമായിട്ട് പഞ്ചസാരയും ചേർക്കാവുന്നതാണ്. ഇത്രയും ആയാല് പിന്നെ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റായി കിട്ടണം. അതുവരെയാണ് ചെറിയ തീയിൽ വെച്ച് നമുക്കൊന്ന് ഇളക്കി കൊടുക്കേണ്ടത്. ശർക്കരയും ഈ ഒരു കൽക്കണ്ടൊക്കെ ഉരുകി ഈ ഒരു നെല്ലിക്കയിലേക്ക് ഒന്ന് പിടിച്ചു കിട്ടണം. അതുവരെ നല്ലതുപോലെ നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇപ്പോൾ ശർക്കരയും കൽക്കണ്ടവും ഒക്കെ നല്ല പോലെ തന്നെ ഉരുകി വന്നിട്ടുണ്ട്. നെല്ലിക്കയിലേക്ക് ഇതെല്ലാം നന്നായിട്ട് പിടിച്ചും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ നെല്ലിക്കയുടെ ചൂടൊക്കെ ഒന്ന് ആറി വരുമ്പോഴേക്കും ഒരു ചില്ലു പാത്രത്തിലാക്കിയിട്ട് അടച്ച് സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള നെല്ലിക്ക സ്വീറ്റ് പിക്കിള് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുവരെ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടൊന്ന് തയ്യാറാക്കി നോക്കണേ. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. തയ്യാറാക്കി എടുക്കാനായിട്ട് വളരെ എളുപ്പവുമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അവർ ഒരുപാട് ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാത്തിരിക്കുക.